അനുപമ എന്തിനാ ഇങ്ങനെ മുടി മൊട്ടയടിക്കാൻ തീരുമാനിച്ചത്? എനിക്ക് തോന്നി, ഞാൻ ചെയ്തു. അതിന് റീസൺ ഒന്നുമില്ല. RCC പോയപ്പോൾ എന്താ കണ്ടത്? ഞാൻ RCC വിസിറ്റ് ചെയ്തായിരുന്നു. RCC വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ പേഷ്യൻസിനെ കുറച്ച് പേരെ കാണാനിടയായി. ഉള്ളിൽ അതിനകത്ത് അത്ര പ്രോബ്ലംസ് ഇല്ല, കാരണം എല്ലാവരും അത് ആക്സെപ്റ്റബിൾ ആണ്. പക്ഷെ അവർ പുറത്തേക്ക് വരുമ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതൊരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ അത് കണ്ടപ്പം എല്ലാവരും അസുഖമുള്ളവരും മാത്രം ഈ ഒരു രീതി കാണുന്നു, അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ടാവും എന്നുള്ള ഒരു ചേഞ്ച്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ ഒരു ചേഞ്ച്, ആ ഒരു ഡിഫറൻസ് ഫീലിംഗ് വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ മുടി ഇങ്ങനെ വെട്ടിയപ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ എന്തായിരുന്നു ഇങ്ങനെ മൊട്ടയടിച്ച് വന്നപ്പോൾ? അയ്യോ, അത് ഭയങ്കര, ഞാൻ ഒരിക്കലും അത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. ആക്ച്വലി മുടി എടുക്കുന്ന സമയത്ത് ഞാൻ ട്രെയിൻ വന്ന് ഇറങ്ങി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പം ഒരു ആൻറ്റി വന്ന് എന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, മോളെ ആർക്കാ അസുഖം? ഞാനും കുട്ടികളും മുടി എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ 3 പേരും ഒരുമിച്ച് വരുമ്പോൾ അവർ വിചാരിച്ച് ട്രിവാൻഡ്രത്ത് എന്തോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരികയാണ് എന്നുള്ള ഒരു ഫീലിൽ അവരപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ വരുമ്പം ഒരാൾ വന്ന് നമ്മളിങ്ങനെ പെട്ടെന്ന് വഴിയിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക, അത് ഒരു ഷോക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ദിവസവും ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ ഇപ്പം മുടി ഇത്ര കിളുത്തിട്ടും ആൾക്കാർ ഇപ്പോഴും കാണുമ്പം ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കല്ലേ, എന്ത് പറ്റി, എന്തെങ്കിലും അസുഖമാണോ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അവർക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര അവർ പറയും, അയ്യോ അത്ര ഇങ്ങനെയൊക്കെ ചെയ്തോ, അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ ഐ എം ഹാപ്പി, അത്രയേ ഉള്ളൂ. പിന്നെ ഫാമിലി എങ്ങനെ റിയാക്ട് ചെയ്ത്? ഫാമിലി ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ ആരോടും അഭിപ്രായം ചോദിച്ചില്ല, എസ്പെഷ്യലി ഹസ്ബൻഡിനോട്. ഞാനിത് ചെയ്തിട്ട് ഒരു ഫോട്ടോ സെൻഡ് ചെയ്യായിരുന്നു. അയ്യോ, ബോധം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് വിചാരിച്ചില്ല. ഹസ്ബൻഡിന് ഏറ്റവും വലിയ കാര്യം എൻ്റെ മുടിയായിരുന്നു. എൻ്റെ ബ്രദറാണെങ്കിലും എൻ്റെ സിസ്റ്റർ ആണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും എല്ലാവർക്കും മുടി എന്ന് പറയുന്ന ഭയങ്കര ഒരു ഇതായിരുന്നു. മുടിയില്ലാത്ത എന്നെ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും പറയും, പ്ലീസ് അപ്ലോഡ് ചെയ്യല്ലേ ഫോട്ടോ, ഫേസ്ബുക്കിലൊന്നും അപ്ലോഡ് ചെയ്യല്ലേ, ഇങ്ങനെ കാണാൻ വയ്യ ഈ ഒരു അവസ്ഥയിൽ. വെച്ചാൽ ഒന്നുമില്ല അറിയാമെങ്കിലും അവർക്കൊക്കെ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു വിക്കെങ്കിലും വെക്കൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വീക്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. എന്തൊരു മുടി ഉണ്ടായിരുന്നു നേരത്തെ? എനിക്ക് നിറച്ച് മുടി, ഇത്ര മുടി ഉണ്ടായിരുന്നു, അറൗണ്ട് 24 inches. And why did you, I mean, like, how did you feel when you just cut it like that? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ കാണുന്നില്ലല്ലോ എൻ്റെ മുടിയുള്ളതും ഇല്ലാത്തതും. കണ്ണാടി നോക്കുമ്പോൾ മാത്രമുള്ള ഒരു ഫീലിങ്സ് ആയിട്ടില്ല എനിക്ക്. കണ്ണാടി നോക്കുമ്പോൾ ഓക്കെ, ഒരു യോയോ സ്റ്റൈൽ, ഞാൻ അങ്ങനെയല്ല എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ബട്ട് കാണുന്നവർക്കുള്ള ഒരു ഫീലേ ഉള്ളൂ. പക്ഷേ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴേ നമുക്ക് അറിയുകയുള്ളൂ. ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് പറയുന്നെങ്കിൽ ഒരിക്കലും മുടി എന്ന് പറയുന്നത് ലൈഫിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണോ എന്നുള്ളത് അത് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. ശരിക്കും എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മുടിയില്ലെങ്കിൽ എന്ത് പറ്റാനേ, ഒന്നുമില്ലെങ്കിലും എന്തൊരു സുഖമുണ്ട്, ചീക്കെട്ടാ കുളിച്ചിട്ട് എന്തോ ഒരു സൗകര്യങ്ങളുണ്ടാകും. പക്ഷേ എസ്പെഷ്യലി മലയാളികൾക്ക് മുടി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. മുടിയില്ലാത്തവരെല്ലാവരും അസുഖമുള്ളവരല്ല എന്നുള്ള രീതിയിലേക്ക് എത്തുക, അത്രയേ ഉള്ളൂ. Thank you so much.